നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നാഗ്പൂരിലെ ഡോളി ചായവാല പ്രശസ്തനായ ഒരു ചായ കച്ചവടക്കാരനാണ്. വളരെ സ്റ്റൈലിഷ് ആയ ചായ അടിക്കുന്ന ശൈലിയാണ് ഇദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട ഡോളിക്ക് അറിയില്ലായിരുന്നു തനിക്കരികിൽ വന്ന് ചായ ചോദിച്ചത് സാക്ഷാൽ ബിൽ ഗേറ്റ്സ് ആണെന്ന്. ചായ കൊടുക്കുന്നതിന്റെ വീഡിയോ എടുപ്പിച്ച് ബിൽ ഗേറ്റ്സ് ഇത് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇലോൺ മസ്കും ജെഫ് ബെസോസും ഒക്കെ അരങ്ങുവാഴുന്നതിന് മുൻപ് വിദേശ ടെക് സംരംഭകൻ എന്നാൽ നമുക്ക് ബിൽ ഗേറ്റ്സ് ആയിരുന്നു. നീ ബിൽ ഗേറ്റ്സ് ആണോടോ എന്ന് ഒരൽപ്പം കൂടുതൽ പണം ചെലവാക്കുന്ന സുഹൃത്തിനോട് നാം ചോദിച്ചിരുന്നു. മൈക്രോസോഫ്റ്റിലൂടെ ലോകത്തെ മാറ്റിമറിച്ച ഈ ധനികൻ വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ളയാളാണ്. 12,740 കോടി US$ ബിൽ ഗേറ്റ്സിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്. ഈ ആസ്തിയിൽ സിംഹഭാഗവും മൈക്രോസോഫ്റ്റിന്റെ CEO ആയിരുന്ന കാലത്ത് സമ്പാദിച്ചതാണ്. മൈക്രോസോഫ്റ്റിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് 2014 ഗേറ്റ്സ് പടിയിറങ്ങിയെങ്കിലും ഇന്നും കമ്പനിയിൽ നിക്ഷേപമുണ്ട്. ഗേറ്റ്സിന്റെ ധനത്തിൽ നല്ലൊരു പങ്കും കാസ്കേഡ് ഇൻവെസ്റ്റ്മെന്റ് LLC എന്ന കമ്പനിയിലാണ്. തന്റെ ധനനിക്ഷേപങ്ങൾ നിയന്ത്രിക്കാനായാണ് ഗേറ്റ്സ് ഈ കമ്പനി സ്ഥാപിച്ചത്. ഓട്ടോനേഷൻ, ബെർക്ക്ഷയർ ഹാത്വേ, കൊക്കോകോള തുടങ്ങിയ വൻ കമ്പനികളിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം കമ്പനി നടത്തിയിട്ടുമുണ്ട്. റിയൽ എസ്റ്റേറ്റിലും ഗേറ്റ്സ് ഒരു കൈ നോക്കിയിട്ടുമുണ്ട്. US-ലെ സിയാറ്റിലുള്ള ഗേറ്റ്സിന്റെ വസതിയായ സാനഡു 20,060 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ്. 6 അടുക്കളകളും 24 ബാത്റൂമുകളുമുള്ള ഒരു ആധുനിക സൗധം. ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും കമ്പ്യൂട്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ്. ഫ്ലോറിഡയിൽ 6 കോടി US$ വില വരുന്ന ഒരു മാൻഷനും 30 ഏക്കർ കുതിര ഫാമും ഗേറ്റ്സിനുണ്ട്. മധ്യ അമേരിക്കൻ രാജ്യം ബെലിസിന്റെ തീരത്തിനും സമീപമുള്ള ഗ്രാൻഡ് ബോക്കോയോ എന്ന 314 ഏക്കർ വിസ്തീർണമുള്ള ദ്വീപും ഗേറ്റ്സിന്റേതാണെന്ന് അഭ്യൂഹവുമുണ്ട്. ഇതുകൂടാതെ US-ൽ പലയിടത്തും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ ഗേറ്റ്സ് കുടുംബം നടത്തിയിട്ടുമുണ്ട്. ബെംബോർഡയിൽ BD700 ഗ്ലോബൽ എക്സ്പ്രസ് വിഭാഗത്തിലെ 2 ജെറ്റ് വിമാനങ്ങൾ ബിൽ ഗേറ്റ്സിന് സ്വന്തമാണ്. പോർഷെ, ജാഗ്വർ, മെർസിഡീസ്, ഫെരാറി ഉൾപ്പെടെ വമ്പൻ ഒരു കാർ കളക്ഷനും ഗേറ്റ്സിനുണ്ട്. കമ്പ്യൂട്ടർ വൈദഗ്ധ്യത്തിനൊപ്പം കലാപരമായ അഭിരുചികളും സൂക്ഷിക്കുന്ന ഗേറ്റ്സിന് അസൂയാവഹമായ ഒരു കലാവസ്തു ശേഖരവുമുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഐറ്റം വിശ്വവിഖ്യാത ബഹുമുഖ പ്രതിഭ ലിയാൻഡോ ഡാവിഞ്ചി സ്വന്തം കൈപ്പടയിൽ എഴുതിയ കോഡെക്സ് ലിസൈറ്റർ എന്ന കൈയെഴുത്തു പ്രതിമയാണ്. ഡാവിഞ്ചിയുടെ ശാസ്ത്ര നിരീക്ഷണങ്ങളും നിഗമനങ്ങളും അടങ്ങിയ ഈ നോട്ട് പുസ്തകം ഗേറ്റ്സ് സ്വന്തമാക്കിയത് 3 കോടി US$. കൂടാതെ ആൻഡ്രൂ വെയ്ത്തിന്റെ ഡിസ്റ്റന്റ് തണ്ടർ, വില്യം റിച്ചേഴ്സിന്റെ നഴ്സറി, ഫെഡറിക് ഹാസാമിന്റെ റൂം ഓഫ് ഫ്ലവേഴ്സ്, ജോർജ് ബെല്ലോയുടെ പോളോ ക്രൗഡ് തുടങ്ങിയ വിലപിടിപ്പുള്ള പെയിന്റിങ്ങുകളും ഈ ശേഖരത്തിന് സമ്പന്നമാക്കുന്നു. സ്കൂളിലെ മെഷീനുകളിൽ പഠനത്തിനും പ്രോഗ്രാമിങ്ങിനുമായി എണ്ണമറ്റ മണിക്കൂറുകൾ ചെലവഴിക്കുന്നുമുണ്ട്. 13-ാം വയസ്സിൽ ഗേറ്റ്സ് സുഹൃത്ത് പോൾ അലനും ട്രാഫിക് പാറ്റേണുകൾ ട്രാക്ക് ചെയ്യുന്ന അവരുടെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ട്രാഫോഡേറ്റ വികസിപ്പിച്ചു. ഗേറ്റ്സ് അക്കാദമിക്കായി മികവ് പുലർത്തുകയും ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ പ്രവേശനം നേടുകയും ചെയ്തു. തുടക്കത്തിൽ നിയമബിരുദം നേടാൻ പദ്ധതിയിടുന്നു. ഡോം റൂം സ്റ്റാർട്ടപ്പ് ഹാർഡ്വെയറിൽ ആയിരിക്കുമ്പോൾ തന്നെ ഗേറ്റ്സും അലനും ചേർന്ന് മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ചു. ആദ്യത്തെ PCകളിലൊന്നായ എൽട്രയിൽ 880 വേണ്ടി ഒരു ഇന്റർപ്രൈറ്റർ വികസിപ്പിച്ചെടുത്തു. ഡോപ്പിംഗ് ഔട്ട് പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ സാധ്യതകളിൽ വിശ്വസിച്ച് മൈക്രോസോഫ്റ്റിൽ മുഴുവൻ സമയവും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഹാർവർഡ് വിടാനുള്ള ധീരമായ തീരുമാനം ഗേറ്റ്സ് എടുക്കുന്നു. ആദ്യകാല വിജയം ഇങ്ങനെയായിരുന്നു. മൈക്രോസോഫ്റ്റ് അവരുടെ പുതിയ പേഴ്സണൽ കമ്പ്യൂട്ടറിനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് IBM-മായി ഒരു കരാർ ഉറപ്പിച്ചു. 1981-ൽ MS-DOS സംരംഭം ആരംഭിച്ചു. ഗ്രാഫിക്കൽ വിപ്ലവം പേഴ്സണൽ കമ്പ്യൂട്ടിംഗിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു ഉപഭോക്തൃ സൗഹൃദ ഗ്രാഫിക്കൽ ഇന്റർഫേസ് അവതരിപ്പിച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റ് 1985-ൽ വിൻഡോസ് 1.0 പുറത്തിറക്കി. വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. വിൻഡോസ് 3.0യും തുടർന്നുള്ള പതിപ്പുകളും വളരെയധികം ജനപ്രീതിയും നേടുന്നു. ഒരു പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനി എന്ന നിലയിൽ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാനവും ഉറപ്പിക്കുന്നു. കമ്പനി അതിന്റെ പ്രബലമായ മാർക്കറ്റ് ഷെയർ കാരണം നിയമപരമായ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നു. ഇത് ടെക് വ്യവസായത്തിലെ ന്യായമായ മത്സരത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആഗോള ആരോഗ്യ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗേറ്റ്സും ഭാര്യയും മെലിൻഡയും ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നു. 2000-ൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ CEO സ്ഥാനം ഒഴിഞ്ഞുവെങ്കിലും ചെയർമാനായി തുടരുകയും തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഗേറ്റ്സിന്റെ ഏറ്റവും വലിയ വിജയ രഹസ്യങ്ങൾ.